ഹായ് മൈ ഡിയർ ലേണേഴ്സ്, നമ്മൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ മെറ്റീരിയൽ വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം ഞാൻ സിലബസ് പറഞ്ഞുതരാം കേട്ടോ. വിമൻസ് റൈറ്റിങ്ങിലെ വീഡിയോ ആണ് ആദ്യം ചെയ്യണേ. അപ്പോൾ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓരോ പേപ്പേഴ്സായിട്ട് ഇടാമെന്ന് വിചാരിക്കണം. അപ്പോൾ വിമൻസ് റൈറ്റിങ്ങിലെ കണ്ടൻസിൽ ബ്ലോക്ക് 1 ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് 1 ഇൻ സെർച്ച് ഓഫ് ഹർ മദേഴ്സ് ഗാർഡൻസ്, ആലിസ് വാക്കറുടെ ആണത്. പിന്നെ ബ്ലോക്ക് 2 വരുന്നത് എസ്സേസ് ആണ്, ജെയിൻ എയർ ആൻഡ് വുദറിംഗ് ഹൈറ്റ്സ്. അതിൽ വെർജീനിയ വോൾഫിൻ്റെ കളക്റ്റഡ് എസ്സേസിൽ ഉള്ള ജെയിൻ എയറും അതുപോലെ തന്നെ വുദറിംഗ് ഹൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു എസ്സേയിൽ വരുന്നത്. ബ്ലോക്ക് 3 2 യൂണിറ്റാണ് ബ്ലോക്ക് 3യിലുള്ളത്. അതിൽ പോയട്രി സെക്ഷനാണ്. ഒന്ന് സിൽവിയ പ്ലാത്തിൻ്റെ ഡാഡി എന്നുള്ളത്, അത് ഞാൻ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത വരുന്നത് ഫിനോമിനൽ വുമൺ, മായ എഞ്ചലുവിൻ്റെ. അപ്പോൾ ഞാൻ നേരത്തെ ഉള്ള നമ്മുടെ ശ്രീനാരായണയുടെ സിലബസിൽ ദേ ഷട്ട് മീ അപ്പ് ഇൻ പ്രോസ് എന്ന് പറഞ്ഞിട്ട് എമിലി ഡിക്കിൻസൻ്റെ ഒരു പോയം കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിലബസ് നോക്കിയിട്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ മെറ്റീരിയൽ വന്നപ്പോൾ ആ പോയം ഇല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമൊന്നുമില്ല. നിങ്ങൾ ഇനിയിപ്പോൾ അത് സിലബസിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ ആവണ്ട. ഈ സിലബസിൽ നിങ്ങളുടെ മെറ്റീരിയലിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇല്ലല്ലോ, മെറ്റീരിയൽ ഇല്ലല്ലോ, അത് ഉണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വേണ്ട. സിലബസിൽ അത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ക്ലാസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഡാഡി ചെയ്തിട്ടുണ്ട്. അടുത്ത ഈ വീഡിയോയിൽ ഫിനോമിനൽ വുമൺ, മായ എഞ്ചലുവിൻ്റെ അത് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അടുത്ത ബ്ലോക്ക് 4 വരുന്നത് ഷോർട്ട് ഫിക്ഷൻ ആണ്. ദ യെല്ലോ വാൾപേപ്പർ, ഷാർലറ്റ് പെർക്കിൻസിൻ്റെ ആണ്. പിന്നെ ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറയുന്ന ആലിസ് മൺറോയുടെ ഒരു ഷോർട്ട് ഫിക്ഷൻ. അടുത്ത ബ്ലോക്ക് 5 വരുന്നത് നോവൽസ് ആണ്. ഓറഞ്ചസ് ആർ നോട്ട് ദ ഓൺലി ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു നോവൽ. ബ്ലോക്ക് 6 എന്ന ഡ്രാമ പാർട്ടാണ്. മഞ്ജുള പത്മനാഭൻ്റെ ലൈറ്റ്സ് ഔട്ട് എന്നുള്ള ഡ്രാമയാണ്. പിന്നെ ലാസ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ ചാപ്റ്റേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിനുള്ള ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്താൻ നോക്കുക. കാരണം നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും നോട്ട്സ് കിട്ടുമെന്ന് പലരും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. നോട്ട്സ് നമുക്ക് ചെയ്യണമെങ്കിൽ അതാദ്യം പ്രിപ്പയർ ചെയ്യണം. നോട്ട്സ് വെറുതെ നമ്മൾ ഈ ക്ലാസ് എടുക്കണ പോലെയല്ല. നോട്ട്സ് എന്ന് പറയുമ്പോൾ ആ നോട്ടായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിടണം. നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യാം. കഴിയുന്നതും നോട്ട്സും കൂടെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട്, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതും പിന്നെ യൂട്യൂബ് ക്ലാസ്സസൊക്കെ കേട്ടിട്ട് അങ്ങനെ പഠിക്കുക. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിയിട്ട് പഠിക്കുക. ഞാൻ ട്രൈ ചെയ്യാം നോട്ട് അപ്ലോഡ് ചെയ്യാൻ, ഉറപ്പ് പറയണില്ല. ക്ലാസ്സസ് എന്തായാലും എടുത്തു തരാം. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ പേപ്പറിൻ്റെയും ക്ലാസ്സസ് എടുത്തു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫിനോമിനൽ വുമൺ, മായ എഞ്ചലുവിൻ്റെ ഫിനോമിനൽ വുമൺ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകണം കേട്ടോ, പോയട്രി സെക്ഷനിൽ. അപ്പോൾ അത് നോക്കാം. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഉള്ളതുപോലെ തന്നെ ഞാൻ എടുത്തു തരാം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പോയട്രി വെറുതെ ഞാൻ സമ്മറി പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ മെറ്റീരിയൽ വായിക്കുമ്പോൾ മനസ്സിലാവാത്ത അങ്ങനെയുള്ള ഒരു പ്രശ്നം വരണ്ട. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ ഫിനോമിനൽ വുമൺ അതിൽ ഈ തന്നിട്ടുള്ളത് പോലെ തന്നെ ഞാൻ ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നോക്കാം. യൂണിറ്റ് 2 ഫിനോമിനൽ വുമൺ ബൈ മായ എഞ്ചലു. ഇതിൽ നിങ്ങളുടെ പ്രീ റെക്വിസിറ്റ്സ് നോക്കുക. ഇതിൽ പറയുന്നുണ്ട്, ഇമാജിൻ എ വോയിസ് സോ പവർഫുൾ ദാറ്റ് ഇറ്റ് വീവ്സ് റീസൈലൻസ്, ഡിഗ്നിറ്റി ആൻഡ് ഹോപ്പ് ഇൻ ടു എവറി വേർഡ്. A voice that not only speaks to the soul but uplifts it. That is the voice of Maya Angelou, a literary legend whose works continue to inspire generations. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ്, ഈ ഒരു
ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഇത് ആരുടെ വാക്കുകളാണ്? മായ ആഞ്ചലോൻ്റെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വോയിസ്, നമ്മൾ പറയുന്നത് പറയുന്ന ഓരോ വാക്കുകളും പവർഫുള്ളായിരിക്കണം. ആ വാക്കുകൾ ഒരുപാട് പേരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കണം, ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കണം, ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷണൽ ആയിരിക്കണം. ഇതിനെക്കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ മായ ആഞ്ചലോ ഒരു സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റാണ്, പോയറ്റാണ്. അപ്പോൾ അവർ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് ഈ ഒരു പോയത്തിലൂടെ നോക്കാം. Angelo transformed her life's trials and triumphs into a universal language of empowerment and self-love. അപ്പോൾ അവരുടെ ലൈഫിൽ അവർ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, അതിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അതിലൂടെ അവർ ആ എംപവർമെൻറ്റ് അവർക്ക് കിട്ടുകയും ആ ഒരു സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്തു. അപ്പം നമുക്ക് വേണ്ടത് ആണ് നമ്മളെ തന്നെ ആദ്യം എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നമ്മളെവിടെയും നമ്മളെ ഒന്നിനും പറ്റാത്തവരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഹർ പോയം ഫിനോമിനൽ വുമൺ ഈസ് നോട്ട് മിയർലി എ കമ്പോസിഷൻ ഓഫ് വേർഡ്സ്, ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ, എ ബോൾഡ് ഡിക്ലറേഷൻ ഓഫ് ദ ബ്യൂട്ടി, സ്ട്രെങ്ത് ആൻഡ് ഗ്രേസ് ഇൻഹെറൻറ്റ് ഇൻ വുമൻഹുഡ്. അപ്പോൾ ഈ ഒരു പോയം, ഫിനോമിനൽ വുമൺ എന്നുള്ള പോയം, ഇറ്റ് ഈസ് നോട്ട് മിയർ എ കമ്പോസിഷൻ ഓഫ് വേർഡ്സ്. കുറേ വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ ആ വാക്കുകൾ മാത്രമല്ല പോയം അവരെഴുതുമ്പോൾ വെറുതെ കുറേ വേർഡ്സ് ചേർത്തി വെച്ചിട്ടുള്ളതല്ല. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ. എന്താണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അവരുടെ ബോൾഡ് ഡിക്ലറേഷൻ ഓഫ് ദ ബ്യൂട്ടി, ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ആ ഒരു ബ്യൂട്ടി, സ്ട്രെങ്ത്, അതുപോലെ തന്നെ ആ ഇൻഹറൻ്റായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ആ വുമൺഹുഡ്, സ്ത്രീയാണ് എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷം, ആ ഒരു കോൺഫിഡൻസ്. അതല്ലാതെ അയ്യോ ഞാൻ പെണ്ണായി ജനിച്ചു പോയല്ലോ, ചിലർ പറഞ്ഞിട്ടില്ല ഇനി ഒരിക്കലും ഒരു പെണ്ണായിട്ട് ജനിക്കാൻ പാടില്ല എന്നൊക്കെ പറയാനായിട്ടില്ലേ. അപ്പം അങ്ങനെയല്ല, ബോൾഡായിട്ട് ഞാനൊരു സ്ത്രീയാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് അവർ ശക്തമായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. വിത്ത് അൺഅപ്പോളജറ്റിക് കോൺഫിഡൻസ്. അവരുടെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. പിന്നെ അന്നത്തെ ആ എന്താ പറയുക, സൂപ്പർസ്റ്റിഷ്യൻസിനെ, അല്ലെങ്കിൽ ചലഞ്ചിങ് ദ സൂപ്പർഫിഷ്യൽ ആൻഡ് സെലിബ്രേറ്റിംഗ് വാട്ട് ലൈസ് വിത്തിൻ ദ ഫയർ, ജോ ആൻഡ് പ്രൈഡ് ദാറ്റ് മേക്ക് എ വുമൺ ട്രൂലി ഫിനോമിനൽ. അപ്പോൾ ഒരു സ്ത്രീയെ എങ്ങനെയാണ് ആ ഒരു ഫിനോമിനൽ ആക്കി മാറ്റുന്നത്? അവരുടെ പ്രൈഡ്, അവരുടെ സന്തോഷം, ആ ഒരു കോൺഫിഡൻസ്, ഇതൊക്കെയാണ് നമ്മളെ എന്തൊക്കെ വന്നാലും ആ ഫേസ് ചെയ്യാൻ നമ്മളെ എന്ത് ചെയ്യിക്കുന്നത്, ശക്തമാക്കുന്നത്. And Angelou's voice, however, also resonates deeply within the context of black feminism. അപ്പോൾ അവർ ഇത്രയും പറയാൻ കാരണം മായ ആഞ്ചലോൻ്റെ ആ കാലഘട്ടത്തിൽ ഈ ഒരു റേസിസം ഉണ്ട്, ഒപ്പം ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് ഉള്ള ഒരു ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ബ്ലാക്ക് വുമൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു കളറിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷനും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ത്രീയാണ് എന്നുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷനും അവർക്ക് ഫേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, അവർ ലൈഫിൽ നേരിട്ടിട്ടുള്ള ഡിഫിക്കൽട്ടീസ്, അതിൽ നിന്നാണ് അവർ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും മറ്റുള്ളവരെ കൂടെ, മറ്റു സ്ത്രീകളെ കൂടെ, പ്രത്യേകിച്ചും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യിക്കുന്നതാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന കൂടിയാണ് ഇവരുടെ ഒരു പോയം. നമുക്ക് പോയത്തിൻ്റെ ഇതിലേക്ക് പോവാം. അതിൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നോക്കാം. മായ ആഞ്ചലോ, എ luminous voice in modern literature, stands as a towering figure whose words resonate with resilience, dignity and empowerment. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ആ ഒരു വോയിസ് എന്ന് പറയുന്നത് മോഡേൺ ലിറ്ററേച്ചറിൽ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു വോയിസാണ് മായ ആഞ്ചലോൻ്റേത്. അതുപോലെ തന്നെ ഷീ ഈസ് എ പോയറ്റ്, എ memoirist, civil rights activist, and her life itself is a testament to the power of courage and self-expression. അവരുടെ ജീവിതം തന്നെയാണ് നമുക്ക് പഠിക്കാനായിട്ട് അവർ എടുത്തു കാണിക്കുന്നത്.
From her humble beginning in the segregated South to her rise as a global icon. അപ്പോൾ ഒരു ചെറിയ സ്ഥലത്ത് എന്താ ആരും അറിയപ്പെടാതെ തുടങ്ങി ഇന്ന് ആ ഒരു ഗ്ലോബൽ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് അവർ മാറിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണ്, അവരുടെ ആ കഴിവും അവരുടെ കോൺഫിഡൻസും ഒക്കെ തന്നെയാണ്. അതല്ലാതെ ഞാനൊരു ബ്ലാക്കാണ് അല്ല ഞാനൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് അവർ മാറി നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരെ ഇന്ന് നമ്മൾ അറിയില്ലായിരുന്നു. Her poetry is a tapestry woven with threads of her struggles and triumphs. അപ്പോൾ അവരുടെ സ്ട്രഗിൾസ്, അവർ എന്താണ് ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസും അതിൽ അവർ നേടിയെടുത്തിട്ടുള്ള വിക്ടറിയും ഒക്കെ അവരുടെ വർക്കുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഫിനോമിനൽ വുമൺ, സ്റ്റിൽ ഐ റൈസ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അവരുടെ ഒരു പോയം. അതിലൊക്കെ തന്നെ ആ ഒരു ബ്ലാക്ക് വുമൺഹുഡിനെ കുറിച്ചൊക്കെയാണ് അവർ എടുത്ത് പറയുന്നത്. അപ്പോൾ പോയത്തിൻ്റെ സമ്മറി ഇങ്ങനെയാണ്. അതിൽ സ്റ്റാൻസ 1 കൊടുത്തിട്ടുണ്ട്. Pretty women wonder where my secret lies. I am not cute or built to suit a fashion model size, but when I start to tell them, they think I am telling lies. I say it is in the reach of my arms, the span of my hips, the stride of my step, the curl of my lips. I am a woman, phenomenal woman, that's me. അപ്പോൾ ഇതിൽ സ്പീക്കർ പോയറ്റ് തന്നെയാണ് ഇതിൻ്റെ സ്പീക്കർ. അവൾ ഫിനോമിനൽ വുമണിലൂടെ ബോൾഡായിട്ട് ഷീ അസേർട്സ് ദാറ്റ് ഹർ ബ്യൂട്ടി ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ കൺവെൻഷണൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ സ്ത്രീകളുടെ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ ആ കൺവെൻഷനലി ഇങ്ങനെയാണ് ഭംഗിയുള്ളവർ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡിൽ ഉള്ളതല്ല. അതുപോലെയുള്ള ഒരു സ്ത്രീ അല്ല ഞാൻ. സച്ച് എസ് ബീങ് ക്യൂട്ട് ഓർ ഹാവിങ് എ മോഡൽസ് ഫിഗർ. അപ്പോൾ ഒരു മോഡൽ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ആ ഒരു ഫിഗർ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ത്രീ അല്ല ഞാൻ. ഇൻസ്റ്റെഡ് ഹർ സ്ട്രെങ്ത് ലൈസ് ഇൻ ഹർ സെൽഫ് അഷുറൻസ്. പകരം എന്താണ്, എൻ്റെ സ്ട്രെങ്ത്താണ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ആണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. These qualities, not physically appearance, define her beauty. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിയെ കാണിക്കുന്നത് ഫിസിക്കൽ ബ്യൂട്ടി അല്ല, നമുക്ക് വേണ്ടത് ഇന്നർ ബ്യൂട്ടി. ആ ഒരു എന്താണ് സ്ത്രീക്ക് ഉണ്ടാവേണ്ട കോൺഫിഡൻസ്, ഇതാണ് അവരുടെ ആ ഒരു ഗ്രേസ്. ഇതൊക്കെയാണ് ഏതൊരു സ്ത്രീക്കും വേണ്ടത്. അതാണ് ഒരു സ്ത്രീയുടെ ബ്യൂട്ടി ആയിട്ട് പറയണം. ആൻഡ് ഐ എം എ വുമൺ ഈസ് എ സിമ്പിൾ എറ്റ് പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ്. ഐ എം എ വുമൺ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ അവരുടെ ഐഡൻറ്റിറ്റിയിൽ ഒരുപാട് എന്താ പറയുക സന്തോഷിക്കുകയും അതിനൊപ്പം തന്നെ അവരതിൽ അഭിമാനിക്കുകയും ചെയ്യാണ്. അതല്ല ബ്ലാക്കാണ് ഞാനൊരു സ്ത്രീ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരൊരിക്കലും അതിനെ കേഴ്സ് ചെയ്യുന്നില്ല, അതിനെ ശപിക്കുന്നില്ല. അവർ ആ ഫെമിനിറ്റിയെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആ ഒരു ബ്യൂട്ടി അവർ മനസ്സിലാക്കുകയും അതിന്ന് സ്ട്രെങ്ത് കൈവരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റാൻസ 2 പറയണ എന്താ, ഐ വാക്ക് ഇൻ ടു എ റൂം ജസ്റ്റ് ആസ് കൂൾ ആസ് യു പ്ലീസ് ആൻഡ് ടു എ മാൻ ദ ഫെലോസ് സ്റ്റാൻഡ് ഓർ fall down on their knees. Then they swam around me, a hive of honeybees, I say. It is the fire in my eyes and the flash of my teeth, the swing in my waist and the joy in my feet. I am a woman, phenomenal woman, that is me. അപ്പോൾ ഈ ഒരു ഐ എം എ വുമൺ, ഫിനോമിനൽ വുമൺ, ദാറ്റ് ഇസ് മീ എന്നുള്ളത് സ്റ്റാൻസേഴ്സിൽ എല്ലാ സ്റ്റാൻസേഴ്സിലും ആ ഒരു ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻസ 2 എന്താ പറയുന്നത്, സ്പീക്കർ കോൺഫിഡൻ്റ്ലി എൻറ്റേഴ്സ് എ റൂം. കോൺഫിഡൻ്റ് ആയിട്ട് ഒരു റൂമിലേക്ക് കടക്കുകയാണ്. ആ റൂമിലേക്ക് കടക്കുക എന്ന് പറയുന്നത് എന്താണ്, അവർ ലോകത്തിൻ്റെ മുൻപിലേക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ എന്താണ് പവർഫുൾ പ്രസൻസ് ഓഫ് എ മാൻ. അവിടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒട്ടുമിക്ക സൊസൈറ്റീസും എന്താണ് പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. ദ മെൻ അറൗണ്ട് ഹെർ ആർ ക്യാപ്റ്റിവേറ്റഡ് എയ്തർ സ്റ്റാൻഡിങ് ഇൻ ഓ ഓർ ഫോളിങ് ടു ദർ നീസ്. ദർ റിയാക്ഷൻസ് ആർ ലൈക്കൻ ടു എ ഹൈവ് ഓർ എ ഹണി ബീ സിംബലൈസിങ് ദ
സ്പീക്കേഴ്സ് മാഗ്നറ്റിക് എനർജി. അപ്പോൾ അവർ ആ റൂമിലേക്ക് കടക്കുമ്പോൾ ഇവരുടെ ആ ഗ്രേസ്, ഇവരുടെ സ്ട്രെങ്ത് ഒക്കെ കാരണം ചുറ്റിനും ധാരാളം പുരുഷന്മാർ നിൽക്കുന്നുണ്ട്. അവർ ഇവരെ കണ്ടിട്ട് എന്ത് ചെയ്യാണ്, ബഹുമാനിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ സ്ട്രെങ്ത്തും അവരുടെ കോൺഫിഡൻസുമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്ങനെയാണോ ബീസ്, തേനീച്ചകൾ ഒരിക്കലും ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ല അല്ലേ, അത് ഗ്രൂപ്പായിട്ടാണ് പോവുക. അപ്പോൾ അവരുടെ കൾച്ചർ, അവരുടെ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു സ്ട്രെങ്ത് ഇതിനൊക്കെയാണ് ഈ ബീസ് അല്ലെങ്കിൽ ബീ ഹൈവ് എന്നതിലൂടെ പറയണത്. ആൻഡ് ദ ഇമേജ് ഓഫ് ദ ഹണി ബീ സജസ്റ്റ് ദാറ്റ് ദ സ്പീക്കർ ഈസ് നോട്ട് ഓൺലി അഡ്മയേർഡ് ബട്ട് ക്യാൻ ബിക്കം എ ഫോർമിഡബിൾ ഫോഴ്സ് വെൻ ത്രെട്ടൻഡ്. അപ്പോൾ ഇവരെ ഈ ഒരു പോയറ്റ് എന്താണ് ഈ ഹണി ബീസ് എന്ന ഒരു ഇമേജിലൂടെ എന്താ പറയുന്നത്, ഇവരെ അഡ്മയേർഡ് ആവുക എന്ന് മാത്രമല്ല, അവർ എന്തും കൂടിയാണ് എതിർക്കുന്നവരെ തിരിച്ച് എതിർക്കാനുള്ള ആ ഒരു പവർ കൂടെ ഇവർ അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ആ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ട്, അവരുടെ ആ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി, ഇതൊക്കെയാണ് നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നത്. പിന്നെ അവർ നേരത്തെ പറഞ്ഞു എൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു ട്രഡീഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ബ്യൂട്ടി അല്ല. പിന്നെ എന്താണ്, അവരുടെ കണ്ണുകളിൽ എന്താണ്, കണ്ണുകൾ ഇങ്ങനെ ജ്വലിക്കുകയാണ്. പിന്നെ ടീത്ത് എന്ന് പറയുമ്പോൾ പല്ലുകളിൽ ആ ഒരു ഫ്ലാഷ് കാണാൻ പറ്റും. പിന്നെ അവരുടെ വേസ്റ്റ് ആൻഡ് ദ ജോയ് ഇൻ ഹെർ ഫീറ്റ്, ഇതൊക്കെ എന്താണ്, റാദർ ദാൻ ഫിസിക്കൽ അപ്പിയറൻസ് ഡിഫൈൻ ഹെർ അൾട്ടിമേറ്റ്ലി ദ സ്പീക്കർ ഡിക്ലെയർസ് ഹെർ സെൽഫ് എ ഫിനോമിനൽ വുമൺ. അപ്പോൾ ശക്തയായിട്ടുള്ള ഒരു സ്ത്രീയാണ് താൻ എന്ന് കാണിക്കുന്നതാണ്, എന്ന് വീണ്ടും വീണ്ടും എടുത്തു കാണിക്കുന്നതാണ് ഈ വാക്കുകളൊക്കെ. അപ്പോൾ ഈ സ്റ്റാൻസയിലൂടെ അവർ വീണ്ടും എന്താ പറയുന്നത്, അപ്പോൾ ഈ ഒരു കഴിവുകളൊക്കെ ഉള്ള, ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്ന ഒരു ഫിനോമിനൽ വുമനാണ് ഞാൻ. അപ്പോൾ അവരുടെ ആ ഒരു സെൽഫ് ലവും കോൺഫിഡൻസും ഇന്നർ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റാൻസയിലൂടെ കാണാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് സ്റ്റാൻസ, men themselves have wondered what they see in me. They try so much but they can't touch my inner mystery. When I try to show them, they say they still can't see. I say it is in the arch of my back. The sun of my smile, the ride of my breast, the grace of my style. I am a woman phenomenal woman, that is me. ഇനി തേർഡ് സ്റ്റാൻസയിൽ എന്താ പറയണത്, the speaker reflects on the mysterious allure that others perceive in her. They are unable to fully grasp or എക്സ്പ്ലെയിൻ. ഇവരെ എന്താണ് എന്നുള്ളത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മെൻ ആർ ഇൻട്രിഗ്യൂഡ് ബൈ ഹർ പ്രസൻസ്. ഇവരുടെ ആ ഒരു സാമീപ്യത്തിൽ പുരുഷന്മാർ പോലും എന്താവുന്നുണ്ട്, അവരുടെ ആ ഒരു സ്ട്രെങ്ത്തിൽ സൂയപ്പെടുക എന്നല്ല, ആ ഒരു ഉള്ളിലൊരു പേടി അല്ലെങ്കിൽ ആ ഒരു ഭയം അല്ലെങ്കിൽ ഇവരോടുള്ള റെസ്പെക്റ്റ് ഒക്കെ കാണാനായിട്ട് പറ്റും. ആൻഡ് ദ സ്പീക്കർ റിവീൽസ് ദാറ്റ് ഹെർ ചാം ഈസ് നോട്ട് ബേസ്ഡ് ഓൺ കൺവെൻഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബ്യൂട്ടി. അപ്പോൾ വീണ്ടും സ്പീക്കർ പറയാണ്, എൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് കൺവെൻഷണൽ സ്റ്റാൻഡേർഡ്, അതായത് വെളുത്തിട്ടുള്ള അല്ലെങ്കിൽ സ്ലിം ആയിട്ടുള്ള നല്ല ബോഡി ഷേപ്പുള്ള നല്ല ഭംഗിയുള്ള കണ്ണുകളുള്ള അങ്ങനെ ഉള്ള ഒരു കൺവെൻഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ബ്യൂട്ടി അല്ല എനിക്കുള്ളത്. ദ ആർച്ച് ഓഫ് മൈ ബാക്ക് സിംബലൈസ് കോൺഫിഡൻസ്, പ്രൈഡ് ആൻഡ് റീസൈലൻസ്. അവരുടെ ബാക്കിലുള്ള ആ ഒരു ആർച്ച്, അതായത് കുറച്ച് എന്താണ് ഇങ്ങനെ എന്താ പറയുക ബെൻഡായിട്ടുള്ള, അപ്പോൾ ആ ഒരു ആർച്ച് എന്ന് പറയുന്നത് അത് കോൺഫിഡൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അതല്ലാതെ അവർ അതിനെ ഒരു ഡിസബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു കുറവായിട്ടല്ല കാണുന്നത്. അതിലൂടെ അവർ കോൺഫിഡൻസും അവരുടെ ആ പ്രൈഡും ഒക്കെയാണ് അതിലൂടെ പറയുന്നത്. ദ സൺ ഓഫ് മൈ സ്മൈൽ ഇവോക്സ് വാംത്ത് ആൻഡ് ജോയ് പ്രസൻറ്റിങ് ദ ബ്രൈറ്റ്നസ് ഓഫ് ഹർ സ്പിരിറ്റ്. ദ സൺ ഓഫ് മൈ സ്മൈൽ എന്ന് പറയുമ്പോൾ അവരുടെ ആ സ്മൈലിൽ തന്നെ ഏതുപോലെയാണ് ആ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ആണ്. അപ്പോൾ ആ എല്ലാ സ്റ്റാൻസയിലും അവരുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്തിനെ കുറിച്ചും അവരുടെ കോൺഫിഡൻസിനെ കുറിച്ചും ആ സെൽഫ് അവെയർനെസ്സിനെ കുറിച്ചും ഒക്കെ വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്. സ്റ്റാൻസ 4 പറയുന്നത് എന്താ, നൗ യു അണ്ടർസ്റ്റാൻഡ് ജസ്റ്റ് വൈ മൈ ഹെഡ്സ് നോട്ട് ബോവ്ഡ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് എൻ്റെ തല കുനിയുന്നില്ല. ഐ ഡോണ്ട് ഷൗട്ട് ഓർ ജമ്പ് ഔട്ട്. ഞാൻ ഒച്ച വയ്ക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടി ചാടി പോകുന്നില്ല. ഓർ ഹാവ് ടു ടോക്ക് റിയൽ ലൗഡ്. എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കണമെന്നുമില്ല. വെൻ യു സീ മീ പാസിങ് ഇറ്റ് ഓട്ട് ടു മേക്ക് യു പ്രൗഡ്.
ഞാൻ വെറുതെ ഒന്നിങ്ങനെ പാസ് ചെയ്യുമ്പോൾ തന്നെ എന്നെ ഓർത്ത് നിങ്ങളൊക്കെ അഭിമാനിക്കുന്നുണ്ട്. It is in the click of my heels, the bend of my hair, the palm of my hand, the need for my care, cause I am a woman. അപ്പോൾ എൻ്റെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ ആ ഒരു ഗ്രേസ് അല്ലെങ്കിൽ ആ സ്ട്രെങ്ത് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട് എന്നൊക്കെ തോന്നുന്നത്? എൻ്റെ ആ ക്ലിക്ക് ഓഫ് മൈ ഹീൽസ്, ഞാൻ നടന്നു വരുമ്പോഴുള്ള ആ ഒരു ക്ലിക്ക്, ആൻഡ് ദ ബെൻഡ് ഓഫ് മൈ ഹെയർ, എൻ്റെ മുടിയിലുള്ള ആ ഒരു ബെൻഡ്, ദ പാം ഓഫ് മൈ ഹാൻഡ്, എൻ്റെ കൈവെള്ള, ദ നീഡ് ഫോർ മൈ കെയർ, എൻ്റെ കെയറിനുള്ള ആവശ്യം. കാരണം ഇതൊക്കെ ബിക്കോസ് ഐ എം എ വുമൺ, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട്. അവർ പ്രൗഡായിട്ടാണ് പറയണത് അവരുടെ സെൽഫ് വർത്ത്, അവരുടെ സ്ട്രെങ്ത് എത്രമാത്രമാണ് എന്ന് പറയുന്നത്. അതായത് അവരുടെ ബോഡി മൂവ്മെൻറ്റ്സ്, അതാണ് ക്ലിക്ക് ഓഫ് മൈ ഹീൽ, ബെൻഡ് ഓഫ് മൈ ഹെയർ, പാം ഓഫ് മൈ ഹാൻഡ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്താണ്? അവരുടെ കോൺഫിഡൻസിനെ, ആ ഒരു സ്ട്രെങ്ത്തിനെ, ആ ഒരു പവറിനെ, അവരെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒക്കെ സൂചനകളാണ്, അതിൻ്റെയൊക്കെ സിമ്പിൾസാണ്. അപ്പോൾ ഇത്രയും 4 സ്റ്റാൻസാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഒരു സ്ത്രീ എന്നതുകൊണ്ട് അതിൽ ദുഃഖിക്കുകയോ അല്ലെങ്കിൽ അത് വിചാരിച്ച് ഒന്നും പ്രവർത്തിക്കാതിരിക്കുകയോ, അവരുടെ ആ കാലഘട്ടത്തിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുകയോ ചെയ്യാതെ അതിനെയൊക്കെ ശക്തമായിട്ട് നേരിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും അവരുടെ ആ സെൽഫ് കോൺഫിഡൻസിനെയും ആ ഒരു പവറിനെയും സെൽഫ് ലവിനെ കുറിച്ചും ഒക്കെയാണ് ഈ ഒരു ഫിനോമിനൽ വുമൺ എന്ന ഒരു പോയത്തിലൂടെ അവർ പറയണത്. അപ്പോൾ ഇതാണ് സ്റ്റാൻസ വൈസ് സമ്മറി. അപ്പോൾ ഇത് തന്നെ കുറച്ചും കൂടെ കുറച്ച് ഷോർട്ടായിട്ട് അനാലിസിസിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇത് ക്ലാസ് കേൾക്കുക, ഒപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ സ്റ്റഡി മെറ്റീരിയലിലുള്ള സമ്മറീസ് നല്ലതുപോലെ വായിക്കുക, അനാലിസിസ് നല്ലതുപോലെ വായിക്കുക എന്നല്ല, അത് പഠിക്കുക. അത് അനാലിസിസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ റീക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് വളരെ ഷോർട്ടായിട്ട് പോയിൻ്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. അതും വായിക്കുമ്പോൾ എന്തായാലും ആ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. വെറുതെ ഈ ബുക്കിൽ അല്ലാണ്ട് അതൊരു ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ഈസി ആയിരിക്കും. ഓരോ സ്റ്റാൻസയിലും ഇതാണ് പറയുന്നത്. അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതുമ്പോൾ അത് യൂസ് ചെയ്യാം. അത് എലാബറേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ. പിന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സും താഴെയുണ്ട്, അത് നോക്കുക. പിന്നെ അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ട്രഡീഷണൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെയൊക്കെ എങ്ങനെയാണ് ഇതിൽ പറയുന്നുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ഇതിൽ സ്പീക്കർ ഡിസ്ക്രൈബ് സെവറൽ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിനെയൊക്കെ എങ്ങനെയാണ് പറയുന്നത്. അതൊക്കെ സെൽഫ് എംപവർമെൻറ്റിനെ അല്ലെങ്കിൽ സെൻസ് ഓഫ് എംപവർമെൻറ്റിനെ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ മെറ്റീരിയൽ നന്നായിട്ടൊന്ന് വായിച്ചു പോയാൽ തന്നെ അതിനെല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു. അടുത്ത ചാപ്റ്റർ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.